പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, തെറ്റുകൾ പറ്റുക എന്നത് മാനുഷികമാണ്. എന്നാൽ തെറ്റുകൾ തിരുത്തുക എന്നത് ദൈവികമാണ്. മനുഷ്യ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ നിരവധി തെറ്റുകൾ നമുക്ക് വരുന്നുണ്ട്. എന്നാൽ ആ തെറ്റുകളെ അംഗീകരിക്കുവാനും അവയെ തിരുത്തുവാനും ശ്രമിക്കുന്നത് ദൈവികതയാണ്. ദൈവത്തിൻ്റെ സഹായത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണ് നമുക്ക് ആ തെറ്റുകളിൽ നിന്ന് മോചനം പ്രാപിക്കാനായിട്ട് സാധിക്കുന്നത്. നാം പലപ്പോഴും നമ്മുടെ തെറ്റുകൾ അംഗീകരിക്കാതെ ആ തെറ്റുകൾക്ക് ന്യായീകരണം കണ്ടെത്തി കുറ്റം മുഴുവൻ മറ്റുള്ളവരിലേക്ക് ചാരുകയാണ്, അല്ലെങ്കിൽ ആരോപിക്കുകയാണ് നാം ചെയ്യുന്നത്. അപ്പോൾ അഹങ്കാരവും ധിക്കാരവുമുള്ള വ്യക്തികളായി നാം മാറുകയാണ്. യേശു പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുകൾ പറ്റുന്നത് എന്ന്. ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നത് പരിശുദ്ധാത്മാവാണ്. പാപബോധവും പശ്ചാത്താപവും നൽകുന്നത് പരിശുദ്ധാത്മാവാണ് നമ്മിൽ മാറ്റങ്ങളും നവീകരണങ്ങളും ഉണ്ടാക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോൾ നാം ദൈവത്തെയും ദൈവവചനത്തെയും ആഴത്തിൽ സ്നേഹിക്കാൻ തുടങ്ങും. അപ്പോൾ ദൈവിക രഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയും ചെയ്യും. പാപം മൂലം ജീവൻ നശിക്കപ്പെടുന്നത് കണ്ടിട്ട് ദൈവം തൻ്റെ ഏകജാതനെ നമുക്ക് നൽകി, നമ്മെ വീണ്ടെടുത്തു. മനുഷ്യരായ നമ്മെ പ്രതിയും നമ്മുടെ നിത്യരക്ഷയെ പ്രതിയും ദൈവപുത്രനായ യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഭൂമിയിൽ മനുഷ്യനായി പിറന്നു. നമ്മിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തെ നമുക്ക് കണ്ടെത്താനാകുന്നില്ല എന്നതാണ് സത്യം. വേദനിക്കുന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുവാനും അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരുടെയും കഷ്ടത അനുഭവിക്കുന്നവരെയും എല്ലാം മോചിപ്പിക്കുവാനും പാപബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനും സമാധാനവും സന്തോഷവും എല്ലാം നൽകുവാനായിട്ടാണ് ദൈവപുത്രൻ ഈ ഭൂമിയിൽ അവതരിച്ചത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10 യേശു പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനുമാണ്. നമുക്ക് ദൈവത്തെ അറിഞ്ഞ് വചനമനുസരിച്ച് ജീവിക്കുന്നവരായി മാറാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.